ഇന്ന് വീഡിയോഗ്രാഫിക്കും റീലിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ അതിൽക്കുള്ള ലൈറ്റിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ വീഡിയോസ് ഇറക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടൈഫൈ കമ്പനിയുടെ നന്ദു സീരീസിലെ ഒരു പവർഫുൾ ആയിട്ടുള്ള 500 വാട്ട്സിൻ്റെ കണ്ടിന്യൂസ് ലൈറ്റാണ്. കഴിഞ്ഞ 2-3 വീഡിയോകൾ നമ്മൾ ടൈഫൈൻ്റെ ഓരോ എക്യുപ്മെൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലുള്ള പല ലൈറ്റുകൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ലൈറ്റ് ടൈഫൈയുടെയാണ്. അതുപോലെ പല ലൈറ്റുകളും നമ്മളിപ്പോൾ ടൈഫൈയുടെ യൂസ് തുടങ്ങി. ഒരു പുതിയ ടൈപ്പ് ഓഫ് കമ്പനി ആണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള രീതിയിൽ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള നല്ല സാധനങ്ങളാണ് ടൈഫൈ ഇറക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു 500 വാട്ട്സിൻ്റെ ഒരു ലൈറ്റ് കൂടെ നമുക്കൊന്ന് പരീക്ഷിക്കാമെന്ന് കരുതി നമ്മൾ വരുത്തിയിട്ടുള്ളത്. 500 വാട്ട്സിൻ്റെ വെറും ഒരു കോബ് ലൈറ്റ് അല്ല, ബൈലൈറ്റാണ്. ഇതിന് നമുക്ക് കെൽവിൻ 2700 മുതൽ 6500 വരെ കെൽവിൻ നമുക്ക് വാമും കൂളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ലൈറ്റിൻ്റെ പവർ തന്നെ നമുക്ക് ടെസ്റ്റ് നോക്കാം. പവർഫുൾ ആയിട്ടുള്ള മാരകമായ ലൈറ്റുമാണ് ഇതിൽ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കണ്ടു തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ക്യൂട്ടായിട്ടുള്ളൊരു വൈറ്റ് ബോഡിയിലൊക്കെയാണ് വരുന്നത്. ഇപ്പോഴത്തെ സ്റ്റൈലിനനുസരിച്ച രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കിൽ 2 നോബ് വരുന്നുണ്ട് നമുക്ക് ഈ CCT മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ എഫക്റ്റ് മാറ്റാൻ വേണ്ടിയിട്ടും പവർ കൂട്ടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഓൺ ചെയ്തൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ എങ്ങനെയൊക്കെ ഇതിൻ്റെ പവറിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ നിങ്ങളോടൊപ്പം നജ്മു ഫോർ ഐഷൂട്ട് ഫോട്ടോഗ്രാഫി. ഇത് വന്നിക്കണേണ്ടോ അടിപൊളിയായിട്ടുള്ളൊരു ബോക്സിലാണ്. ഏകദേശം ഒരു 10,900 ഒക്കെയാണ് ഇതിൻ്റെ വില. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ടൈഫൈയുടെ സൈറ്റിൽ തന്നെ പോയിട്ട് വാങ്ങാൻ പറ്റും. ഈ ഒരു ബോക്സിന് അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ട് നമുക്ക് പൈസക്ക് മുതലെന്ന് പറയില്ല, അതുപോലെ തന്നെ നല്ല ഹാർഡായിട്ടുള്ള കേസിൽ നമുക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ കൊണ്ടുനടക്കാൻ പറ്റും. സാധനം 500 വാട്ട്സ് ആണെങ്കിലും 1600 ഗ്രാം 1600 സംതിങ് ഗ്രാമേ ഉള്ളൂ. അതൊരു കിലോ 2 കിലോൻ്റെ താഴെ മാത്രം വെയിറ്റ് ഉള്ള ഒരു സാധനമാണത്. 1600 ഗ്രാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഔട്ട്ഡോർ ഷൂട്ടിന് നമുക്കിത് ബാറ്ററി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള AC പവർ, അതായത് ഇൻഡോർ ലൈറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലൈറ്റാണ്. ഔട്ട്ഡോർ കൊണ്ടുപോകാൻ നമുക്ക് എക്സ്ട്രാ പവർ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭാഗങ്ങൾക്കൊക്കെ പോവുകയാണെങ്കിൽ ശരിക്കും നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെയാണ് നമുക്കിതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ആംഗിൾ എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഇവിടെ അംബ്രല ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അംബ്രലാക്കുള്ള ഹോളും അതിൻ്റെ സ്ക്രൂ നമുക്ക് വരേണ്ട. അംബ്രല വേണമെങ്കിൽ അംബ്രല ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ ഇതിൻ്റെ മുകളിലുള്ള പ്രൊട്ടക്റ്റീവ് കവർ ഇത് മാറ്റിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ കേട്ടോ. ഇതൊരിക്കലും നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് യൂസ് ചെയ്യാൻ സോഫ്റ്റ് കവറൊന്നുമല്ല. ഇത് വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് ആവും. കാരണം ഇതിൽ നിന്ന് ഒരുപാട് ഹീറ്റ് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ അത് തടയും. ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് വെച്ച് ഓൺ ചെയ്യരുത്. ഇത് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മളെപ്പോഴും ഇതുപോലുള്ള ലൈറ്റുകളൊക്കെ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു ഫാനും വരുന്നുണ്ട്. അതായത് ഹീറ്റ് 500 വാട്ട്സ് നിങ്ങൾക്കറിയാം, നന്നായിട്ട് ഹീറ്റ് ഔട്ടേക്ക് വരും, പുറത്തേക്ക് വരും. ആ ഹീറ്റൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാന് വരുന്നുണ്ട്. നല്ല രീതിയിലാണ് ഇതിൻ്റെ ബാഡ്ജിങ്ങും കളറുകളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന് താഴെയാണ് നമുക്ക് പവർ ബട്ടൺ വരുന്നത്. പവർ ബട്ടൺ നമുക്ക് ഓണാക്കി കഴിഞ്ഞാൽ ഫാന് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഫാനും ശരിക്കും ഫാന് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് നോയ്സ് കേൾക്കാനൊന്നുമില്ല, അത്ര നോയ്സി ഫാനൊന്നുമില്ല, സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്ന ഫാൻ തന്നെയാണ്. നമുക്ക് ഇവിടെയാണ് ഡിം ചെയ്യാനുള്ള നോബ് വരുന്നത്. ഇപ്പോൾ 1% ഇതിൻ്റെ പവർ ഞാൻ ഇട്ടിട്ടുള്ളൂ, വെറും 1%. ഇപ്പോൾ എൻ്റെ ഫേസിലേക്ക് വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് അങ്ങോട്ട് തന്നെ വന്നില്ലേ, ഫേസിൽ കൊടുത്താൽ അറിയാൻ പറ്റും 1%. ഇപ്പോൾ അത്രയും ഈ 2 ലൈറ്റുകളും ഏകദേശം 50 ഇതെത്ര ഇട്ട സെക്കൻഡ് 40 ഇട്ടിട്ടാണ് 2 ലൈറ്റുകൾ സോഫ്റ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ലൈറ്റ് നമ്മൾ 1% തൊട്ടടുത്താണ്. അത് വേറെ കാര്യം, 1% ഇട്ടിട്ട് നമുക്ക് നല്ല ലൈറ്റ്. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ലൈറ്റ് അടിച്ചിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 1% ഞാൻ വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ 2700 കെൽവിൻ, അതായത് വാമിലാണ് ഇത് കിടക്കുന്നത്. ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, വാമിലാണ് കിടക്കുന്നത്. അത് ഞാൻ ഇവിടുന്ന് മാറ്റിയിട്ട് നമുക്കിങ്ങനെ കൂട്ടിയിട്ട് 6500 കണ്ടോ കൂൾ ലൈറ്റിലേക്ക് വന്നു. അപ്പോൾ കൂൾ ലൈറ്റും വാം ലൈറ്റും നമുക്ക് ഈസി ആയിട്ട് നമുക്കിതിൽ മാറ്റാൻ പറ്റും. പിന്നെ നമുക്ക് ഓരോ എഫക്റ്റുകളും ഇതിൽ മാറ്റി ഉപയോഗിക്കാൻ പറ്റും. പല ടൈപ്പിലുള്ള എഫക്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോബ് തിരിക്കുന്നതനുസരിച്ച് നമുക്ക് പല ടൈപ്പിലുള്ള ലൈറ്റിംഗ് എഫക്റ്റുകൾക്കൊക്കെ കൊണ്ടുപോയിട്ട് ആ ലൈറ്റിംഗ് എഫക്റ്റൊക്കെ ഉണ്ടാക്കി നമ്മൾ ഡോക്യുമെൻ്ററി എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പല വീഡിയോയിൽ ഇതുപോലെ ലൈറ്റിൽ വരുന്ന എഫക്റ്റുകളെ കുറിച്ച് പറയാറുണ്ട്. ആ എഫക്റ്റുകൾ ഇടിമിന്നൽ, ഫ്ലാഷ്, അതുപോലെ ഫയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് എഫക്റ്റുകളൊക്കെ ഈസി ആയിട്ട് കൊണ്ടുപോയിട്ട് അതൊക്കെ വെച്ചിട്ട് നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റും. വീണ്ടും ഒരു പ്രാവശ്യം നോക്കി കഴിഞ്ഞാൽ നമ്മൾ നോർമലി CCT മോഡിലേക്ക് വരും. അതായത് വാമും കൂളും വെച്ചിട്ട് നമുക്ക് നോർമൽ വീഡിയോ എടുക്കാനുള്ള മോഡിലേക്ക് നമുക്കിത് കൊണ്ടുവരാനും പറ്റും. 1% ആണ് ഇപ്പോൾ പവർ വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പവർ ഞാൻ കൂട്ടിയിട്ട് 100% പവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ബ്ലാക്ക് ആയിട്ടുള്ള സാധനത്തിൻ്റെ മുകളിൽ പോലും നന്നായിട്ട് അടിച്ചിട്ടാണ് പവർ വരുന്നത്. ഭയങ്കരമായിട്ട് നമുക്ക് ഫേസിക്കൊന്നും അടിക്കാൻ പറ്റില്ല, അത്രയും പവർഫുൾ ലൈറ്റ്. ഒരിക്കലും ഇത് ഡയറക്റ്റായിട്ട് ഇതിൽ നോക്കാനും പാടില്ല. അപ്പോൾ ഇതിൻ്റെ പവർ എന്തിനാ ഇത്രയും കൊടുത്തതെന്ന് വെച്ചാൽ വലിയ സോഫ്റ്റ് ബോക്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം പവർ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം കണ്ടിന്യൂസ് ലൈറ്റ് വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾ ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോഗ്രാഫിക്ക് കുറച്ചും കൂടെ ISO ഒക്കെ കുറച്ച് F നമ്പറൊക്കെ കൂട്ടിയെടുക്കണമെങ്കിൽ നല്ല പവർ വേണം. അതിനാണ് നമ്മൾ ഫ്ലാഷ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ സമയത്ത് നമുക്ക് ലൈറ്റ് കുറച്ചിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ലൈറ്റൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ജ്വല്ലറി ഷൂട്ടോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഡെപ്ത് തന്നെ ഷൂട്ട് ചെയ്യാനും കൂടി പറ്റിയ രീതിയിലാണ് ഈ ലൈറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻഡോർ ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ ഈ ഒരു ലൈറ്റ് തന്നെ മതിയാകും. അപ്പോൾ പ്രൈസും അത്ര അധികം പ്രൈസും വരുന്നില്ല.
പിന്നെ ഇതിന് വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ 1% തന്നെയാണല്ലോ പവർ. പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് മൊബൈലിലെ ആപ്പുമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും ആപ്പ് വരുന്നുണ്ട്, അതുപോലെ ഇതും നമുക്ക് ആപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാധനം കൂടിയാണ്. ആപ്പ് ഉപയോഗിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ വാമിലേക്ക് കൊണ്ടുവരണമെങ്കിലും കൂളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതിൽ പ്രീസെറ്റ് ചെയ്ത സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ പവർ നമുക്ക് കൂട്ടാനും കുറക്കാനും കൂടുതൽ വാമിലേക്ക് കൊണ്ടുവരാനൊക്കെ പറ്റും. അതുപോലെ നമുക്ക് എഫക്റ്റീവ് മോഡുകൾ പല ടൈപ്പിലെ എഫക്റ്റീവ് മോഡിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിന് വേറൊരു ഗുണമാണ്. അപ്പോൾ എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്പ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പവർ കൂട്ടുക കുറക്കുക ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ക്യാമറയിൽ നോക്കിയിട്ട് ലൈറ്റ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ലൈറ്റ് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. അത് ഇതിൻ്റെ വലിയൊരു കാര്യം. കാരണം നമുക്ക് എപ്പോഴും എണീറ്റ് പോയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്യാമറയിൽ നോക്കി ലൈറ്റ് കൂടുതലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മീറ്റർ നോക്കിയിട്ടൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറൊരു സൗകര്യം കൂടിയാണ്. അപ്പോൾ ആപ്പ് ഉപയോഗിച്ചിട്ടും വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നോബ് നല്ല സ്മൂത്തായിട്ടുള്ള നോബും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നോബും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബോവൻസ് മൗണ്ട് ആയതുകൊണ്ട് തന്നെ മിക്കവാറും നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ തരം മൗണ്ടുകളും ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ട് ബ്യൂട്ടി ഡിഷോ വലിയ 120 പാര 150 പാരൊക്കെ വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് സ്മൂത്തായിട്ടുള്ള സാധനം ഇതുകൊണ്ട് നമുക്ക് ഷൂട്ട് തീർക്കാൻ പറ്റും. കാരണം അതിന് പറ്റിയിട്ടുള്ള ബോവൻസ് മൗണ്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവരെ ബുക്കിൽ കുറേ പവറൊക്കെ കൊടുത്തിട്ടുണ്ടാകും, പക്ഷേ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. റിഫ്ലക്ടർ ഒന്നും ഇല്ലാതെ നമുക്ക് ഏകദേശം 10,000 ലക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. റിഫ്ലക്ടർ ഇല്ലാതെ 10,000 ലക്സ് കിട്ടുന്നുണ്ട്. ഇനി റിഫ്ലക്ടറും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മേ ബി നോർമലി ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് റിഫ്ലക്ടറും കൂടെ വെച്ചിട്ടാണ്. റിഫ്ലക്ടറും കൂടെ വെച്ചിട്ട് നമുക്ക് നോക്കാം കറക്റ്റായിട്ട് എത്ര കിട്ടുന്നുണ്ടാവും. 36,000 ലക്സാണ് നമുക്കിതിൻ്റെ പവർ കിട്ടുന്നത്. ഒരു സെക്കൻഡ്, 36,000 ലക്സ് നമുക്കിതിൻ്റെ പവർ നമുക്ക് കിട്ടും. 36,000 ലക്സിൽ കിട്ടും റിഫ്ലക്ടറും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയും ക്യൂട്ടായിട്ട് ഉള്ളൊരു സാധനം വെച്ചിട്ട് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള കറണ്ട് ശരിക്കും ഇപ്പോൾ എൻ്റെ കണ്ണ് പോലും ശരിക്കും ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞളിച്ചിരിക്കുക. അപ്പോൾ ഇത്രയും പവറിൽ നമുക്ക് സാധനം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ താഴെ ആ ലിങ്ക് കൊടുക്കാം. ടൈഫ് എഞ്ചിൻ്റെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഏകദേശം 10,000 to 11,000 ഒക്കെയാണ് വില കാണുന്നത്. ഒരു 10,000 സംതിങ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ പ്രൈസ് നോക്കുകയാണെങ്കിൽ 500 വാട്ട്സ് ബൈലൈറ്റിന് ഒരിക്കലും നമുക്ക് ആ പ്രൈസിലൊന്നും കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന സാധനമാണ് ടൈഫയുടെ ഒരു ലൈറ്റ്. ഇനി നിങ്ങൾക്ക് യാത്ര ചെയ്തുകൊണ്ട് ഫോട്ടോഗ്രാഫി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ April 22 5 ദിവസത്തെ തായ്ലാൻഡ് ഫോട്ടോഗ്രാഫി ട്രിപ്പ് പോകുന്നതിൽ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയോ വ്ളോഗിങ്ങോ ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് 5 ദിവസം കൂടെ പോയി കംപ്ലീറ്റ് പ്രാക്ടീസ് ചെയ്തതിന് മുമ്പ് കൊടുക്കുന്ന ഓൺലൈൻ ക്ലാസ് തുടങ്ങി അത് കഴിഞ്ഞിട്ടുള്ള എഡിറ്റിംഗ് ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളെ സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാനുകളാണ് ചെയ്തിട്ടുള്ളത്. അത് നോക്കാം. അതല്ല പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ കോഴിക്കോടും കൊച്ചിയിലും 3 മാസത്തെ കോഴ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ താഴെ കൊടുത്തുള്ള നമ്പറിൽ വിളിച്ച് നിങ്ങളെ സീറ്റുകളൊക്കെ ബുക്ക് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.